മുസ്ലിം യൂത്ത് ലീഗ് ഇന്നലെയും അവരുടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് തിരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നും അതിലൂടെ മാത്രമേ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനകൾ അവസാനിക്കുകയുള്ളൂ എന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ പലരും അതിനെ നോക്കിക്കാണുന്നത് കണ്ടോ, അധികാരത്തിൽ വരുന്നതിന് മുന്നേ അവർ ഒരു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിലേക്ക് കടന്നിരിക്കുന്നു. വീണ്ടും അവർ ജില്ല വിഭജിക്കാനായി പുറപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ജില്ലയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പ്രത്യേക സംസ്ഥാനം തന്നെ അവർ ചോദിച്ചു കളഞ്ഞേക്കാം. അപ്പൊ ഇതെല്ലാം മതരാഷ്ട്രവാദത്തിന്റെ ഒരു തുടക്കമാണ് എന്ന് വാദിക്കുന്ന ഒരു വലിയൊരു കൂട്ടരും രംഗത്തുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, മതരാഷ്ട്രവാദം ഒരു ജില്ല വേണമെന്ന് പറഞ്ഞപ്പോ 1967 മലപ്പുറം ജില്ല വേണം എന്ന് പറഞ്ഞ കാലത്ത് അന്ന് ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുക സപ്തകക്ഷി മുന്നണിയാണ്. EMS ആയിരുന്നു മുഖ്യമന്ത്രിയും അതിൽ മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ ഘട്ടത്തിലാണ് മലപ്പുറം ജില്ല വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജില്ല വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പല കാരണങ്ങളുണ്ട്. ഒന്ന് ജോഗ്രഫിയാണ്, ജോഗ്രഫി ഭൂമിശാസ്ത്രപരമായി. 2 പോപ്പുലേഷനാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വയനാടാണ് പോപ്പുലേഷനിൽ, അല്ലെ? 3 അസംബ്ലി മണ്ഡലങ്ങളുള്ളൂ, 3 അസംബ്ലി മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളൊരു ജില്ലയായിട്ട് കൊടുത്തു. അതിന് ജോഗ്രഫിക്കായ സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്. ജോഗ്രഫിക്കായ ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു കാരണം ഉണ്ട് അവർക്ക്. ആദിവാസി എന്ന് മാത്രമല്ല, അതുപോലെ ഇടുക്കി 5 മണ്ഡലമേ ഉള്ളൂ, പത്തനംതിട്ട 5 മണ്ഡലമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോപ്പുലേഷൻ വെച്ച് വളരെ കുറവാണെങ്കിലും ആ മണ്ഡലങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണങ്ങൾ. മലപ്പുറം ഇപ്പോൾ വിഭജിക്കണമെന്ന് വന്ന് ഇന്ന് രാവിലെ വന്ന ആവശ്യമല്ല. മലപ്പുറം സംബന്ധിച്ച് മലപ്പുറം വലിയൊരു ജില്ലയാണ്. ഇപ്പൊ തന്നെ 16 മണ്ഡലങ്ങൾ, 40 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുണ്ട്. 16 മണ്ഡലങ്ങളുള്ള മലപ്പുറം രണ്ടാക്കണം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെയുള്ളത് 14 മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം, 14 മണ്ഡലം എറണാകുളമാണ്. അതിന് ചില ഭൂമിശാസ്ത്രപരമായ 40 ലക്ഷം പോപ്പുലേഷനേ ഉള്ളൂ. അപ്പൊ അതിന് ചിലർ വാദിക്കുന്നത് മുസ്ലിം സമൂഹത്തിന്റെ പോപ്പുലേഷൻ അതൊക്കെ ഇസ്ലാമോഫോബിയ പ്രശ്നമാണ്. കാരണം അതല്ല, കേരളത്തിലെ മറ്റ് സമുദായങ്ങളിലെ കുട്ടികളൊക്കെ പുറത്താ. ഇവിടെ ഉണ്ടോ? അതല്ലേ ഈ നായരുടെയും ഇന്ന് ക്രിസ്ത്യാനിയുടെയും അതുപോലെയുള്ള ആളുകളുടെയും കുട്ടികളൊക്കെ എവിടെ? അവരിവിടെ ഇല്ല. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾ പോയി നോക്കിയാൽ, എന്തിനാ എറണാകുളം ജില്ലയിൽ നോക്കിയാൽ പല വീടുകളും വൃദ്ധസദനങ്ങളാ, കുട്ടികളില്ല. അവരൊക്കെ അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും റഷ്യക്കും പോയി. എന്താ കാര്യം? അത് അവർ ആരെങ്കിലും പറഞ്ഞിട്ടാണ്? മുസ്ലിങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പോയത്? അല്ലല്ലോ. നേരെ മറിച്ച് മുസ്ലിം കുട്ടികൾ അധികവും പോയിട്ടുള്ളത് ഗൾഫിലേക്കാണ്. അവരവിടുന്ന് പണം ഇങ്ങോട്ട് അയക്കുകയാണ്. അവരയച്ച പണം കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന വികസനത്തിൽ നല്ലൊരു പങ്കുണ്ട്. ഗൾഫ് മണിക്ക് ഒരു പങ്കുണ്ടെന്ന് അറിയാലോ, NRI റെമിറ്റൻസിന് വലിയൊരു പങ്ക്. ഇന്ന് എന്താ സംഭവിക്കണമെന്ന് അറിയോ? ആ പണം, ആ വീട് വെക്കാൻ പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പണം വീട് വിറ്റ് ആ പണം കൊണ്ട് അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ പോവുകയാണ് കുട്ടികൾ. ഏത് കുട്ടികൾ? ഈ പറഞ്ഞ മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾ. അവര് പോകുന്നതും ഇവര് പോകുന്നില്ല. ഇവരിവിടെ സർവൈവ് ചെയ്യും. ഇവര് ഗൾഫിൽ പോയാലും ഇവര് തിരിച്ചു വരിക. ഗൾഫിൽ ആരും സ്ഥിരതാമസമില്ലല്ലോ. അവര് തിരിച്ചു വരിക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരിക. അവരിവിടേക്ക് പണം കൊണ്ടുവരുന്നു, അവരിവിടെ കച്ചവടം നടത്തുന്നു, അവരിവിടെ ഇത് നടത്തുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണം കൂടുന്നതല്ല, ഇവർ പോകുന്നതിൽ എണ്ണം കുറഞ്ഞതാ. മനസ്സിലായേ? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി ഇവിടുന്ന് പോയാൽ പിന്നെ പോപ്പുലേഷൻ കുറയും. ഇപ്പൊ പത്തനംതിട്ടയ്ക്ക് പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ്. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ, കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിൽ, ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങൾ കുറഞ്ഞു വരിക. പല മണ്ഡലങ്ങൾ ഇല്ലാതെയാകും. അതൊക്കെ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ഡലങ്ങൾ അല്ല, ഞാൻ പറഞ്ഞ അത് രണ്ടാമത്തെ വിഷയം. എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം അറിയാതെ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ മുസ്ലിങ്ങളുടെ വ്യാപാരം കൂടുന്നു, വ്യാപാര മേഖലയിൽ മുസ്ലിങ്ങൾ കൂടുന്നു. എന്താ കാര്യം? ലാൻഡ് ജിഹാദ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അല്ല, ബാക്കിയുള്ള ഭൂമി വിറ്റ് കടവിറ്റ് പോവാണ്. ഇപ്പൊ ഞാൻ ചോദിട്ടെ, ഇവിടെ ഒരു എത്ര ഫാമിലി ബിസിനസ് ആണല്ലോ ഇവിടുത്തെ മിക്കവാറും ബിസിനസ്. ഇപ്പൊ തുണിക്കട, സ്വർണ്ണക്കടയൊക്കെ ഫാമിലിയാണ്. എത്ര ഫാമിലി ബിസിനസ്, ക്രിസ്ത്യൻ അതുപോലെ സവർണ ഫാമിലി ബിസിനസ് എത്ര എണ്ണം നിലനിൽക്കുന്നുണ്ട്? കുട്ടികളില്ല, അടുത്ത ജനറേഷൻ നോക്കാനാണല്ല. അവരെന്ത് ചെയ്യും? അപ്പൊ ആരെങ്കിലും നടത്തി, ഞാൻ ചോദിക്കണേ, ഇപ്പൊ നിങ്ങൾക്ക് കായംകുളത്തോ എറണാകുളത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ ആരെങ്കിലും ബിസിനസ് നടത്തണ്ടേ? ആ കട അവിടെ വേണ്ടേ? തുണിക്കട നിങ്ങൾക്ക് പോയാൽ തുണിക്കട ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, കുറെ ആളുകൾ വന്ന് കുറെ കുറയും. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഇവിടെ നിൽക്കുന്ന ആളുകളെ ചെയ്യുള്ളൂ. നിങ്ങൾ പോണ്ട, നിങ്ങൾ പോണ്ട, നിങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ഇവിടെ കുഴപ്പമെന്ന് പറയുന്ന കാര്യം എന്താ? അത് ഇസ്ലാമോഫോബിയ പറയുന്നതാ. നമ്മളതിന്റെ യാഥാർത്ഥ്യം കാണാതെ മറ്റൊരു വശം ഇവിടെ ചർച്ച ചെയ്യാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ടെൻഷനും ഇല്ല. മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ട് എനിക്കൊരു കുഴപ്പമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും ശാന്തമായ സ്ഥലം മലപ്പുറം ജില്ലയെന്ന് ഇന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഏറ്റവും മതേതരമായി ചിന്തിക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവാറില്ലല്ലോ, ഒരാളും ചെയ്യാറില്ലല്ലോ, അതിന് പോകാറില്ലല്ലോ, അവരതിന് പോകാറില്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ. കാരണം അവർ വ്യാപാരികളാണ്. ഞാൻ കാണുന്ന കാര്യം എന്താ അറിയോ? അവരുടെ പ്രധാന ഏരിയ വ്യാപാരം.
അതുകൊണ്ട് സമാധാനം വേണം വ്യാപാരികൾക്ക്, അല്ലെ? വ്യാപാര വ്യവസായം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യം എന്താ? അതുകൊണ്ടാണ് അവർ ഹർത്താലിനെതിരാണ്, അവര് സമരങ്ങൾക്കെതിരാണ്. കാരണം അവർക്ക് വർഗീയ കലാപങ്ങൾക്കെതിരാണ്. വർഗീയ കലാപം വന്നാൽ അവർ ബിസിനസ് പോകും. അപ്പൊ വർഗീയ കലാപം വന്നാൽ കോഴിക്കോട്ട് സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് കോഴിക്കോട്ട് അങ്ങനെ വർഗീയ കലാപം വരാത്തത്. മാറാട് പോലെയുള്ള ഒരു പ്രദേശത്ത് വരുന്നതല്ല. ഞാൻ നാദാപുരവും വളരെ ദൂരെയുള്ള ഒരു സ്ഥല, വ്യാപാര കേന്ദ്രമല്ല, വ്യാപാര കേന്ദ്രമല്ല. അല്ല, അങ്ങനെ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യാപാരം തകരും. അതുകൊണ്ട് അവരതിന് നിൽക്കില്ല, അവരതിനെ തടയും. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ യഥാർത്ഥത്തിൽ സമൂഹം, ഏത് സമൂഹം അങ്ങനെ തന്നെയാണ്. സമൂഹം ജനാധിപത്യപരമായി നിൽക്കുന്നത് എല്ലാവർക്കും കലാപം താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. കലാപം താല്പര്യമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാവും. ആ കലാപത്തിന് ജനങ്ങൾ കൂടെ നിന്നാൽ പല സ്ഥലങ്ങളിലും മറ്റു ലോകത്തിന്റെ പല സ്ഥലത്തും ഉണ്ടായ പോലെ ഉണ്ടാവും. അപ്പൊ എന്റെ വാദം മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം മലപ്പുറം സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്. സാമ്പത്തികമായി പിന്നോക്കം മാത്രമല്ല, ഞാൻ പറയാം, തീരദേശം, മലപ്പുറം തീരദേശത്ത് നിന്ന് ഇപ്പൊ പൊന്നാനിയിൽ നിന്ന് നിലമ്പൂർ വഴിക്കടവ് വരെ പോകണമെങ്കിൽ ഉള്ള ദൂരം ആലോചിച്ച് നോക്കി, പോപ്പുലേഷൻ ആലോചിച്ച് നോക്കി. പടിഞ്ഞാററ്റം പൊന്നാനിയാണെങ്കിൽ കിഴക്കേറ്റം വഴിക്കടവ് മറ്റേ ഇവിടെ വരെ കർണാടക അല്ല തമിഴ്നാട് വരെ പോകുന്ന ഗുഡല്ലൂർ മറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. എത്ര ദൂരമുണ്ട്, എത്ര നീളമുണ്ട്. ഇവിടെ മറ്റേ എന്താ പറയുക, ചങ്ങരംകുളം ഇത് മുതൽ തൃശ്ശൂരിന്റെ ഇങ്ങേറ്റം മുതൽ തേഞ്ഞിപ്പാലം കഴിഞ്ഞ് അപ്പുറം വരെ പോകണം. എത്ര കിലോമീറ്റർ ഉണ്ട്? നമ്മൾ സ്ഥിരം സഞ്ചരിക്കുന്നതല്ലേ. വലിയ ജില്ല തന്നെയാണ് മലപ്പുറം. ഇത്രയും വലിയ ജില്ലക്ക് താലൂക്കുകൾ കുറവാണ്. അപ്പൊ അത്ര താലൂക്ക് കുറവെന്ന് മാത്രമല്ല, അപ്പൊ ഞാൻ പറയാം, അവർക്ക് എല്ലാ കാര്യത്തിനും മലപ്പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മലപ്പുറം കേന്ദ്രമാണ്. അങ്ങനെയാണല്ലോ പല ജില്ലകളും വന്നിട്ടുള്ളത്. എന്തിനാ പത്തനംതിട്ട ജില്ല? അവരുടെ ആവശ്യം ന്യായമാണ്. പത്തനംതിട്ട ജില്ല എന്തിനാ വന്നേ? അതിൽ നമ്മൾ ദുരുദ്ദേശം കണ്ടെത്താൻ. കെ നായർ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോ ആരും വർഗീയത പറഞ്ഞില്ലോ. കെ നായർ എന്ന് പറയുന്ന ഒരാളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി വാദിച്ചത്. അദ്ദേഹം അതിന് ആത്മാഹുതി കൊടുക്കാൻ റെഡിയായ ഒരാളാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാ മുന്നണിയും തോൽപ്പിച്ച് പത്തനംതിട്ട ജയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജന സാഹചര്യമൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ. അല്ല, വിഭജനം വേറെ. ഇപ്പൊ സംസ്ഥാനം ഉണ്ടാവണമെന്ന് വിഭജനം അല്ലല്ലോ. തെലങ്കാന സംസ്ഥാനം ഉണ്ടായി, അല്ലേ? ആന്ധ്രയിൽ തെലങ്കാന സംസ്ഥാനം ഉണ്ടായി, ഛത്തീസ്ഗഡ് ഉണ്ടായി. സംസ്ഥാനങ്ങൾ തന്നെ അങ്ങനെ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? ജാർഖണ്ഡ് ഉണ്ടായില്ലേ? നമ്മളിപ്പോ എന്തിനാ അങ്ങനെ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞ ഇപ്പോ ബംഗാളിൽ ഗൂർഖാലാൻഡിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗാളിലെ വടക്കേറ്റ് ഗൂർഖാലാൻഡിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഇതിനെ നമ്മൾ വർഗീയമായിട്ടൊന്നും കാണും. തെലങ്കാന വർഗീയ കലാപമല്ലോ. തെലുങ്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ല ഉണ്ടാവും. നാളെ മദ്രാസ്, നാളെ ചെന്നൈ, തമിഴ്നാട് രണ്ടാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. ബംഗാളില് വന്നപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തവരാണല്ലോ ഇവിടുത്തെ മിക്ക പാർട്ടികളും, BJP അടക്കം. ഗൂർഖാലാൻഡിനെ സപ്പോർട്ട് ചെയ്ത ആളുകളെ, പക്ഷെ അവർക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം അത് ഇന്ത്യ ഇപ്പൊ പ്രശ്നം വേറെയോ. ഇപ്പൊ കാശ്മീർ മൂന്നാക്കിയില്ലേ? കാശ്മീർ മൂന്നാക്കിയില്ലേ? അത് ആരോട് ചോദിച്ചിട്ട്? BJPയുടെ താല്പര്യത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിഭജനത്തിന് ഇതിന് പ്രത്യേക നമ്മളത് പഠിക്കേണ്ട കാര്യമാണ്. ഒരു ജില്ല വിഭജിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ വർഗീയമായിട്ടല്ല കണ്ടത്. അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം സാമൂഹ്യമായ ഘടകങ്ങൾ വെച്ച് പരിശോധിക്കണം. നമുക്കിവിടെ എന്തിനേയും വർഗീയമാക്കാനുള്ള. പക്ഷേ UDF ഗവൺമെന്റിനും അതിനുള്ള തന്റെ ഇടം ഉണ്ടാവുമോ? അല്ല, അത് വേറെ കാര്യം. UDF ചെയ്യില്ലോ എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വെറുതെ യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് മഹത്തരമാണ്. തീർച്ചയായും അത് തെറ്റായ ഒരു ആശയമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മഹത്തരം ഞാൻ പറഞ്ഞില്ല, തെറ്റായ ഒരു ആശയമല്ല.